നമസ്കാരം വൺ ഇന്ത്യ മലയാളം. പ്രിയങ്ക ഗാന്ധി കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നതോടെ ബി.ജെ.പിക്ക് ഉറക്കം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അവർക്കെതിരെ നിരന്തരം വിവാദ പ്രസ്താവനകളാണ് ബി.ജെ.പി നേതാക്കൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ സുബ്രഹ്മണ്യൻ സ്വാമിയാണ് പ്രിയങ്കയ്ക്കെതിരെ പരാമർശം നടത്തിയിരിക്കുന്നത്. പ്രിയങ്കയ്ക്ക് മാനസിക അസ്വാസ്ഥ്യങ്ങളുണ്ട്. ഭ്രാന്തമായ അവസ്ഥയിലാണ് അവർ ജീവിക്കുന്നത്. ആളുകളെ സ്ഥിരമായി അവർ മർദ്ദിക്കാറുണ്ടെന്നും സ്വാമി പറയുന്നു. പ്രിയങ്കയുടെ നിയമനത്തിന് ശേഷം തുടർച്ചയായി ബി.ജെ.പി നടത്തുന്ന പ്രസ്താവനയുടെ ഭാഗമായിട്ടാണ് സുബ്രഹ്മണ്യൻ സ്വാമിയും പ്രതികരിച്ചത്. ഭ്രാന്തുള്ളതുകൊണ്ട് ആളുകളെ മർദ്ദിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ സാധിക്കുക? പ്രിയങ്കയ്ക്ക് രാഷ്ട്രീയ നേതാവാകാനുള്ള പക്വതയില്ലെന്നും സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞു. ജനങ്ങൾക്ക് അവരുടെ മനോനില തെറ്റുമ്പോൾ അക്കാര്യം മനസ്സിലാവുമെന്നും സ്വാമി പറയുന്നു. കഴിഞ്ഞ ദിവസം ബി.ജെ.പിയുടെ തീപ്പൊരി നേതാവ് കൈലാഷ് വിജയ് വർഗീയതയും പ്രിയങ്കയ്ക്കെതിരെ മോശം പരാമർശവും നടത്തിയിരുന്നു. കോൺഗ്രസിൽ ശക്തമായ നേതാക്കളില്ലെന്നും അതുകൊണ്ട് സുന്ദരമായ മുഖങ്ങൾ ഉപയോഗിച്ച് ജനങ്ങളെ നേരിടേണ്ടി വരുന്നതെന്നും അദ്ദേഹം പറയുന്നു. ജനങ്ങൾ മുഖസൗന്ദര്യം നോക്കിയല്ല വോട്ട് ചെയ്യുന്നതെന്ന് ബീഹാറിലെ മന്ത്രി വിനോദ് നാരായണൻ പറയുന്നു. പ്രിയങ്കയ്ക്ക് കഴിവോ രാഷ്ട്രീയത്തിൽ നേട്ടങ്ങളോ ഇല്ലെന്നും വിനോദ് നാരായണൻ കൂട്ടിച്ചേർത്തു. പ്രിയങ്കയുടെ വരവ് പ്രവർത്തകരെ അറിയിക്കാൻ വമ്പൻ റാലിയാണ് കോൺഗ്രസ് ഒരുക്കുന്നത്. ഇതിൽ പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രിയങ്ക സംസാരിക്കും. രാഹുലും ഈ റാലിക്കെത്തുമെന്നാണ് അറിയുന്നത്. തന്റെ രാഷ്ട്രീയ നയം ഇതിലൂടെ പ്രഖ്യാപിക്കാനാണ് പ്രിയങ്കയുടെ തീരുമാനം. കഴിഞ്ഞ തവണ ബി.ജെ.പി മോശം പ്രകടനം നടത്തിയ മണ്ഡലങ്ങളിൽ നിന്ന് പ്രചാരണം ആരംഭിക്കാനാണ് പ്രിയങ്ക ലക്ഷ്യമിടുന്നത്. ഇവിടെ വിജയ സാധ്യത കൂടുതലാണെന്ന് പ്രിയങ്ക നേരത്തെ തന്നെ പ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്.